ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ആൽമണ്ട് ലീവ്സ് നമ്മൾ ഫിഷ് ടാങ്കുകളിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മളിത് ഫിഷ് ടാങ്കുകളിൽ യൂസ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. പരമാവധി നമ്മൾ ഇതുപോലെ വീണ് കിടക്കുന്ന ലീവ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് അറിയില്ല അത് എത്രത്തോളം വൃത്തിയുള്ളതാണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊഴിഞ്ഞ് വീഴുന്ന മെച്യൂർ ആയിട്ടുള്ള ഇലകളാണ് കളക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം യൂസ് ചെയ്യാണ് വേണ്ടത്. പൊഴിഞ്ഞ് വീഴുന്ന ഇലകൾ കളക്ട് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെച്യൂർ ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും. അതാണ് നമുക്ക് വേണ്ടത് ഡ്രൈ ആക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് പൊട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് മെച്യൂർ ആയിട്ടുള്ള ലീവ്സ് തന്നെ ആയിരിക്കണം. മെച്യൂർ ആയിട്ടുള്ള ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വളർന്ന് നിൽക്കുന്ന ലീവ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പൊഴിഞ്ഞ് വീഴുന്ന ലീവ്സ് കളക്ട് ചെയ്തിട്ട് അത് ഡ്രൈ ആക്കി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മെച്യൂർ അല്ലാത്ത ലീവ്സ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പരമാവധി പൊഴിഞ്ഞ് കിടക്കുന്ന ഇലകൾ കളക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സൺലൈറ്റിൽ ഫുള്ളായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. ഈ ബദാം ലീവ്സിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത് ഇന്ത്യൻ ആൽമണ്ട് ലീവ്സ് എന്നാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് ടെർമിനേലിയ കറ്റാപ്പ ലീവ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് കൂടാതെ മൈൽഡ് ആയിട്ടുള്ള ആന്റി ബാക്ടീരിയൽ, ആന്റി പാരസൈറ്റിക്, അതുപോലെ തന്നെ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസും ഉണ്ട്. pH നാച്ചുറൽ ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ആൽമണ്ട് ലീവ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വാട്ടർ കണ്ടീഷണർ ആണ്. അതായത് മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അതിനെ ന്യൂട്രലൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ വലിയ ഇലകൾ നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചെറിയ മീനുകൾക്കൊക്കെ നല്ല രീതിയിൽ ഒരു ഹൈഡിംഗ് സ്പോട്ട് കിട്ടാറുണ്ട്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ടാനിൻ, ഫ്ലവനോയിഡ്സ് പോലുള്ള സംഭവങ്ങൾ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രൗൺ കളർ വെള്ളത്തിൽ വരാറുണ്ട്. ഇത് മീനുകളുടെ സ്ട്രെസ് കുറയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെക്കറേഷന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങളിൽ ഈ ഒരു ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം വെള്ളത്തിന്റെ കളർ ഒരു ബ്രൗൺ കളറിലേക്ക് മാറും. അതുകൊണ്ട് അത്തരം അക്വേറിയങ്ങളിൽ ഇത് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാവുന്നതാണ്. ബാക്കി മീനുകളെ വളർത്താനായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഫിഷ് ടാങ്കുകളിലും നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബ്രീഡിംഗ് ടാങ്കുകളിൽ, മുട്ട വിരിയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാങ്കുകളിൽ ആ മുട്ടകളിൽ ഫംഗസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മീനുകളെ വളർത്തി വലുതാക്കുന്ന ടാങ്കുകളിലൊക്കെ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇത് ഡിസിൻറ്റഗ്രേറ്റ് ആവാനായിട്ട്, അതായത് ഇങ്ങനെ പൊട്ടി പോകാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് പുതിയത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിന് മൈൽഡ് ആയിട്ടുള്ള ആന്റിസെപ്റ്റിക്, ആന്റി ബാക്ടീരിയൽ, ആന്റി പാരസൈറ്റിക്, അതുപോലെ തന്നെ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നമുക്കൊരു മൈൽഡ് പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ മീനുകളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതുപോലുള്ള ലീവ്സ് ഒക്കെ നമ്മൾ ഫിഷ് ടാങ്കുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലുള്ള വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. വാട്ടർ ക്വാളിറ്റി ഓൾറെഡി മോശമാണെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സിറ്റുവേഷൻ വീണ്ടും വൾഗറാവാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ആൽമണ്ട് ലീവ്സിന്റെ എഫക്റ്റ് വളരെ കുറയാനാണ് സാധ്യത. ടാങ്കിലേക്ക് എത്ര ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡോസേജ് ഒന്നും പറയുന്നില്ല എങ്കിലും ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ pH ലോ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡോസേജ് എന്ന് പറയുന്നത് 15-20 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഡ്രൈഡ് ആൽമണ്ട് ലീഫ് ആണെന്നുണ്ടെങ്കിൽ 10 ലിറ്റർ വെള്ളത്തിലേക്ക് അര ലീഫാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് 20 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഫുൾ ലീഫ്. ഡോസേജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാന പ്രശ്നം വരുന്നത് pH-ലാണ്. pH വല്ലാതെ ലോ ആയി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ബദാമിന്റെ ഒരു മരമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പൊഴിഞ്ഞു വീഴുന്ന ഇലകൾ കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് നിങ്ങൾക്ക് ഫിഷ് ടാങ്കുകളിൽ യൂസ് ചെയ്യാവുന്നതാണ്.